നമസ്കാരം ഡോക്ടർ. ഒരുപാട് സന്തോഷം കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഡോക്ടറിനെ കാണാൻ സാധിച്ചതിൽ. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ടെന്നുള്ളത് അറിയാം. ഒരുപാട് സന്തോഷം. അപ്പം സോ ദ സ്റ്റേജ് ഇസ് ഓൾ യോഴ്സ്. ഇനി സാറിന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാനൊരു മനോരോഗ വിദഗ്ധനാണ്. ഏതൊരു മനോരോഗ വിദഗ്ധനും സഞ്ചരിക്കാത്ത വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വരും. അതെ, അങ്ങനെ സഞ്ചരിക്കുന്നത് വേറെ വഴി കൂടെ. ഇപ്പൊ ക്യാമറ വെച്ചേക്കുമല്ലേ, ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വഴി മാറി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മാടമ്പള്ളി തറവാട്ടിലെ ബിക്കിനി തുറന്നപ്പോ ബിക്കിനിയല്ല സോറി തെക്കിനി തുറന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ, നമ്മുടെ നാഗവല്ലി ഇല്ലേ, നാഗവല്ലി പെറ്റ് കിടക്കുന്നു അവിടെ. നാഗവല്ലി പ്രസവിച്ച് കിടക്കുന്നു, ഒരു കൊച്ചുവാട്ട് കിടക്കുന്നു അവിടെ. ഇത് ഞാൻ നകുലിന്റെ അടുത്ത് എങ്ങനെ പറയും? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയേക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? തീർച്ചയായിട്ടും. ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തരണമായിരിക്കും. തീർച്ചയായിട്ടും. വന്നപ്പോ ലാലേട്ടന്റെ ഒരു സംഭവം പിടിച്ചായിരുന്നു, ഇപ്പൊ പോയി കഴിഞ്ഞു. സംഭവം അതുണ്ട്, അങ്ങനെ തന്നെയാണ്. ഞാൻ വിളിക്കട്ടെ, നാഗവല്ലി വിളിക്കാം. നാഗവല്ലി, ஒரு முறை வந்து பார்த்தாயா நீ, ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ. എന്തിനാ വിളിച്ചതെന്ന്? നാഗവല്ലി കാണിച്ചത് ശരിയാണോ? നാഗവല്ലി തെക്കിനി കാണിച്ചത് ശരിയാണോ എന്നാ ചോദിക്കുന്നത്. കാരണവരെ സ്നേഹിക്കാതെ കൂടെ നൃത്ത ചൂടുകൾ ചെയ്ത നർത്തകനെ പ്രണയിച്ചതാണോ ഈ നാഗവല്ലി ചെയ്ത തെറ്റ്? കാരണവരെ സ്നേഹിക്കാതെ വേറെ ആളെ പ്രണയിച്ചതിനകത്തൊരു തെറ്റില്ല. കാരണവരറിയാതെ ഒരു പ്രസവം നടന്നു, അതാണ് തെറ്റ്. പറ്റിപ്പോയല്ലോ. മോളെ വിളിക്ക്. കാണണോ എന്റെ മോളെ? കാണണം എന്റെ മോളെ? കാണണം. മോളെ உனது உள்ளத்தில் உதய நிலவெனவே உலவிடும் பெண்ணும் கூத்தாட, பருவ வெள்ளத்தில் புதிய மலரெனவே மடல் விடும் கண்ணும் கூத்தாட, நீண்ட நாட்களாய் நான் கொண்ட தாவம் காதல் நோயாக விளைந்திடவே, கால காலமாய் நான் செய்த யாகம் கோபத்தீயாக வளர்ந்திடவே, எழுந்தே இடைவரும் தடைகளும் உடைந்திடவே, நேசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடிக்கையில் ஒரு முறை வந்து பார்த்தாயா. ചോദിക്കേ, എന്തിനാ വിളിച്ചത് ചോദിക്കേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊച്ചാണെന്ന് ഞാൻ നോക്കത്തില്ല. തലയിരിക്കുമ്പോ വാലാടരുത് കേട്ടില്ല. ഈ കൊച്ചിന് എപ്പോഴും വിശപ്പാണെന്ന് ഞാൻ കാര്യമുണ്ടോ? ഇവിടെ ഇവിടെ എന്തോ ദുർനിമിത്തം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മൂന്നുപേരല്ല, വേറെ ആരും നടക്കുന്നില്ല ഇവിടെ. അല്ല, എന്തോ നടക്കുന്നുണ്ട്. കിണറ്റിൽ തൊട്ടി പൊട്ടി വീഴുന്നു, സാരിക്ക് തീ പിടിക്കുന്നു, ക്ലോക്കിലെ സൂചി നിശ്ചലമാകുന്നു. അത് ബാറ്ററി മാറിയിട്ടാ മാറും. അതല്ല, 100 പാലും നടത്തണം, കാവിലെ 100 പാലും നടത്തണം. ഈ കാശില്ലാത്ത സമയത്ത് 100 പാലും നടത്തണോ? 50 രൂപയും കട്ടച്ചായും പോരെ? മതി തിന്നടി മതി. അതെ, ഞാനൊരു കാര്യം പറയാം. നകുലന്റെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇപ്പൊ നമുക്ക് നകുലം വരുമ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും കളഞ്ഞു കിട്ടിയാന്ന് പറയായിരുന്നു. നിന്നെ പറിച്ചു വെച്ചേക്ക് വന്നത്. നീ പറയുന്ന എല്ലാ ഡയലോഗും അവള് പറയുന്നുണ്ട്. അതുകൊണ്ട് നകുലനെ ഇത് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം പറയണം. ഇത് നാഗവല്ലി ആയിരിക്കുന്ന സമയത്താണോ അതോ ഗംഗ ആയിരിക്കുന്ന സമയത്താണോ ഇതുണ്ടായത്? അറിയത്തില്ല. അതും അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോളെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്ന സമയത്താണോ ഇതുണ്ടായത്? അറിയത്തില്ലേ? ഈ കഥകളി കാണാൻ പോയ സമയത്താണോ ഇതുണ്ടായത്? മോളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എനിക്ക് പറഞ്ഞു തരണം. ഇന്ന
ഇന്ന ആൾക്കാരുടെ ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ട് കാണിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും തെക്കിനി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞുതരാമോ? അറിയാമെങ്കിൽ പറയണേ. ഞാൻ ഫോട്ടോ ഇട്ട് കാണിക്കട്ടെ? ഫോട്ടോ ഇട്ട് കാണിക്കാം. ഈ മാമനെ അറിയാമോ നോക്കിയേ. ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് തിലകമാമനല്ലേ? ബ്രഹ്മദത്ത നമ്പൂരി. ആ അപ്പൂപ്പൻ തന്നെ. ഈ പുള്ളി തെക്കിനി വന്നിട്ടുണ്ടോ? അറിയില്ല. ഓക്കെ, അടുത്ത ഫോട്ടോ കാണിക്കാം. ഈ മാമൻ തെക്കിനി വന്നിട്ടുണ്ടോ? ഇത് തന്നെ ഈ ഈ പുള്ളി അവിടെ തെക്കിനി വന്നിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അടുത്ത ഫോട്ടോ. ഇന്ത്യ പൂപ്പൻ തന്നെ, അത് കറക്റ്റ്. ഈ മാമൻ അവിടെ വന്നിട്ടുണ്ടോ? തെക്കിനി വന്നിട്ടുണ്ടോ? ഇതിപ്പോ എങ്ങനെയാണ് ഇത് എവിടെ കൊണ്ട് എത്തിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. കൊച്ചിന് അടുത്ത മാസം സ്കൂളിൽ ചേർക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അടുത്ത ജൂൺ ആണ് വരാൻ പോകുന്നത്. അച്ഛന്റെ കോണത്തിൽ ആരുടെങ്കിലും ഒരാളുടെ പേര് എഴുതണം. അല്ലാതെ പറ്റത്തില്ല. കാരണം പറ്റുമോ ആർക്കെങ്കിലും? പേരില്ലേ മോളെ? മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പപ്പായ മോൾ സെലക്ട് ചെയ്തു. നല്ല ഒരെണ്ണത്തിന് നോക്കി എടുക്കും മോളെ. നല്ല ഒരെണ്ണത്തിന്. ഓക്കെ, എനിക്കും അത് മതി. എനിക്കൊന്നും പറ്റില്ല. പക്രവച്ചനെ വിളിക്ക്. ഞാനില്ല, എനിക്കൊന്നും പറ്റത്തില്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. വരുമല്ലോ. വരാം. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ താഴെ വണ്ടിയുടെ അവിടെ നിക്കാം. പറഞ്ഞേ. അപ്പൊ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലോ. പൊക്കോട്ടെ. ശരി. രാജോട് അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഓടി വരാൻ പറ അച്ഛനോട്. അയ്യോ, ഞാൻ വീണേ. എന്റെ നാട് മുടിഞ്ഞ്. ഈ പന്ന കിളവൻ ഇന്ന് ഞാൻ. അയ്യോ എന്റെ അമ്മ. അയ്യോ എന്താണ് എന്ത് പറ്റി? നിങ്ങളുടെ അച്ഛൻ ചെയ്ത പരിപാടി കണ്ടോ? എന്നോടാ കളി. അവള് കലം വെച്ചറിഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറി നന്നായി. ഇല്ലായിരുന്നു കാണാറുന്ന്. എന്നോടാ കളി. അയ്യോ, അപ്പൊ എനിക്കിട്ടത് കൊണ്ടോ? തലവേദന എടുക്കണ്. അയ്യാ, അച്ഛാ ഓടരുത്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ആരോടും? അയ്യോ, എന്നെ കൊല്ലാമല്ലേ. അവിടെ നിൽക്കാൻ. അയ്യോ, അങ്ങേരുടെ വായൽ എന്തെങ്കിലും തുണി എടുത്ത് തെരിയായിട്ട് അങ്ങോട്ട്. എടി അച്ഛനക്കായി സൗണ്ട് ഉണ്ടല്ലോ. നിനക്ക് നീ ഒരു കാര്യം ചെയ്യും. തുണി എടുത്ത് കുത്തി കേട്ടടി. അച്ഛാ, അച്ഛൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ വരത്തില്ല. എന്നാ പിന്നെ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്ന വിഷയാവും. അവൻ പ്രശ്നം ഉണ്ടാക്കും. നിന്റെ കാല് വെട്ടും. ഒരു കല്ലിഞ്ഞെറി. അയ്യോ ദാസ, എന്നെ കല്ലിനെറിഞ്ഞു കൊല്ലാൻ പോണേ. അയ്യോ അയ്യോ, എന്നെ കല്ലിനെറിഞ്ഞു കൊല്ലൂന്ന്. ഈ അച്ഛനെ തന്നെയല്ലേ? എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തനി മണ്ണ് വീണ കാലിയാൻ പറ്റും. എന്നാത്തിനാ ഞങ്ങളുടെ പാവം പിടിച്ച അച്ഛനെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അതിന് മാത്രം അച്ഛൻ എന്നാ തെറ്റാ ചെയ്തേ? അച്ഛൻ എന്ത് ചെയ്തെന്നാ? ഞാൻ നടക്കണ വഴിയിൽ ഈ പന്ന കിളവൻ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ തെന്നി വീണ എന്റെ നടു പൊടിഞ്ഞെന്ന്. ആ വീണ കൂട്ടത്തിൽ ഇവിടെങ്ങാനും ചത്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറൊരു സുന്ദരി പെണ്ണിനെ വീട്ടിൽ കെട്ടണ്ടേ? അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? നിങ്ങളൊന്ന് അകത്തേക്ക് വന്ന് കൊല്ലും ഞാനിന്ന് നിങ്ങളെ. അച്ഛൻ പോണണ്ട. അയ്യോ, അച്ഛൻ തത്തേ. കൊന്ന്. ഇനി എന്റെ അച്ഛന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിട്ടാ നിന്റെ മുട്ടിലെ ചിരട്ട ഞാൻ അടിച്ചു പൊട്ടി. നിന്റെ അടുത്ത് പണ്ട് തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വേലിക്ക് ഇപ്പുറത്തോട്ട് നിന്റെ കൈ പോലും വരരുത് കേട്ടോ. ഇത് കുഴപ്പമില്ലല്ലേ? ഇപ്പൊ നീ കാണിച്ചത് തറവാട് തല്ലടി. അപ്പൊ നിനക്ക് എന്റെ പണത്തിലേക്ക് കഴിഞ്ഞുണ്ടാ. അങ്ങനെ എന്റെ ഭാര്യയുടെ ഒപ്പിച്ച് എന്നെ നീ തല്ലിയോ? എന്റെ ചേട്ടനെ തല്ലിയോ? എന്നാ നിന്റെ ഭാര്യക്കിട്ട് ഞാനും കൊടുക്കും. എന്റെ കെട്ടിയവന്റെ മുമ്പിൽ വെച്ച് എന്നെ തല്ലോ, ഞാനും തല്ലും. അമ്പെടുത്ത് രാമനയണ നേരമതയും രാവണന്റെ നെഞ്ചിലിടിത്തീയ വല്ലാതെ മുഖമുണർന്നിലിയെ കട്ടതുകൊണ്ട് എന്നെല്ലാം പുകിലു വന്നെന്റെ കൈവശനാഥ. കാത്തരുളൂ ശ്രീരാമ, പരമരുളൂ ശ്രീരാമ, ഇനിയും വൈകരുതേ നീ. കാത്തരുളൂ ശ്രീരാമ,
ശ്രീരാമ വരുവോളൂ ശ്രീരാമ പ്രാർത്ഥന കേട്ടു ഇനിയും വൈകരുതേ നീ. വരുവോളൂ ശ്രീരാമ വരുവോളൂ ശ്രീരാമ പ്രാർത്ഥന കേട്ടു ഇനിയും വൈകരുതേ. സൂപ്പർ അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. ഈ പരിപാടി എത്ര രൂപ കൊടുക്കാൻ പറ്റും? പരിപാടി അമ്പലത്തിലെ ഉത്സവത്തിന് ഈ പരിപാടി ഈ കൈകൊട്ടി കളി എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് കൈകൊട്ടി കളിയല്ല, കൈ വിട്ടുള്ള കളിയാ. വിട്ട കളി ഏജന്റ് ആണോ? ഏജന്റ് അല്ല, ഞാൻ മെമ്പർ ജോമി. ആ നീ എന്നാണ് വർത്താനം വരുമ്പോ കിടന്ന് കറങ്ങണത്? ഞാൻ കറങ്ങണില്ലല്ലോ. അയ്യോ എല്ലാരും കറങ്ങുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ തല കറങ്ങുവാണെന്ന്. ഇത് തലകറങ്ങി കിടക്കുകയാണ്. ഇപ്പം ഇതെന്താ സംഭവിച്ചത്? ഇവിടെ കരുന്നോ. അയ്യോ അതെ അയ്യോ ഇവിടെ ഇരുന്നോ. അയ്യോ അയ്യ എന്താ പറ്റിയെന്താ സംഭവം? എന്താ ഇവിടെ എന്താ പറ്റിയെന്ന്? ഹലോ ഹലോ അയ്യോ അപ്പൊ ഇത് പോയി. അതെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം, എന്താ ഇവിടെ സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആമ്പിള്ളേരുണ്ടായി പോയി, അതാണ് പ്രശ്നം. നല്ലതല്ലേ 2 ആമ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാ? അതെ, ഇവന്മാർ ഒറ്റപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാതെ താമസിച്ചോട്ടെ എന്ന് കരുതി 2 വീടുണ്ടാക്കി ഞാൻ കൊടുത്തു. അത് നല്ലതാ, നല്ല കാര്യമാണ്. അത് കഴിഞ്ഞപ്പോ ഇവൻ ഒന്ന് പെണ്ണ് കെട്ടി. അവളെ ലക്ഷ്മി മഹാലക്ഷ്മി. ഇവള് വന്ന് വലതുകാലെടുത്ത് വെച്ചില്ല, പയറുമണി പോലെ ഓടിക്കൊടുന്ന എന്റെ പെണ്ണുമുള്ള പിന്നെ തീർന്നു, ആള് തീർന്നു. നിനക്കറിയാവോ, ഈ വീടിന്റെ പുറകിലേ ഒരു തെങ്ങുണ്ടായിരുന്നു. ആണ്ടിൽ ഒരു 6000 രൂപ തേങ്ങ കിട്ടുന്ന ഒരു തെങ്ങ്. ഓ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആ തേങ്ങ വിറ്റിട്ട് ഞാൻ ടൂറ് പോവായിരുന്നു. അറിയാവോ, ദവള് വന്ന് വലതുകാല് വെച്ച് കേറിയില്ല, ആ തെങ്ങ് പെടന്ന് കക്കൂസിന്റെ മുകളിലേക്ക് വീണ് എന്റെ ടൂർ പോക്ക് നിന്നു. എന്തേ? ടൂറ് പോയല്ലേ? എന്റെ പറമ്പിന്ന് എന്റെ പറമ്പിൽ കാര്യം ഇറങ്ങണ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും ബാത്റൂമിൽ പോകണം. ഈ കിണറിനകത്ത് നമുക്ക് 2 പേർക്ക് അവകാശമുണ്ട്. നീ ചുമ്മാ ഇരുന്നേ. നിനക്ക് ബാത്റൂമിൽ പോണ ശരിയാക്കി തരാം. ഒരു അത്യാവശ്യ കാര്യത്തിന് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ സമയത്ത് നീ എന്തിനാ അതിനകത്ത് കയറിയിരിക്കുന്നത്? 2000 പേർക്ക് സത്യം ഉണ്ടാക്കുവാടാ. പണിയൊന്നുമാണല്ലേ? അതെ, ഇതെന്താ സംഭവം? ഇതേ അവന്റെ പറമ്പിലാണ് കക്കൂസ്, ഇവന്റെ പറമ്പിൽ കിണറും. അതാ ഏറ്റവും വലിയ പ്രശ്നം. എന്തൊരു കഷ്ടം നോക്കി. ദാസാ അങ്ങനെ വഴിക്ക് മാപ്പ് പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും അല്ലടാ? ഓരവിടെ ഞാനല്ല പട്ടിയെ വിളിച്ചത്. ദാസാ അവിടെ ബാക്കി ചോറിട്ടുണ്ട്, പോയി തിന്നടാ. പട്ടണ പേര് മാറ്റിയിടാ. കാര്യം നോക്കണേ പോരെ. ഇതെന്താ സംഭവം? അതെ, ചേട്ടന്റെ പേരാണ് ഇവന്റെ പട്ടിക്കിട്ടേക്കണേ. ഓ സ്നേഹം. സ്നേഹത്തിനോടുള്ള സ്നേഹം, ഭയങ്കര സ്നേഹ. എടാ വിജയ, അതിന് നിന്നെ ആര് വിളിച്ചു? ഞാൻ എന്റെ കോഴിനെ വിളിച്ചതാ. ആര്യാദിക്കാൻ പറയാണ്. കോഴിയുടെ പേര് മാറ്റിട്ടോ പറയാ. എനിക്ക് സൗകര്യമുള്ള പേര് എന്റെ കോഴിക്ക് ഞാൻ ഇടും. മെമ്പറായിട്ട് പറയണം. അവളെ പട്ടിക്ക് പേരിട്ട് ഇവിടെ കോഴിക്ക് പേരിട്ടു. സമാസമം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കുറച്ച് ആൾ മുമ്പ് വരുമ്പോ ഒരു വലിയ പട്ടി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോ എന്തൊരു കുറയായിരുന്നത് ആണോന്നാ? ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച പട്ടിയാ. ആരൊക്കെ ഉണ്ടാലും കുറച്ച് ഇവിടുന്ന് കുറച്ച 1 കിലോമീറ്റർ അപ്പുറം. അതെന്തിയാ പട്ടി? അതിവിടെ ഗേറ്റ് പണിതപ്പോ കുറെ ഗ്രീസ് കൊണ്ട് വെച്ചായിരുന്നു. അതാ പട്ടിയെടുത്ത് അങ്ങ് തിന്ന്. അതിൽ പിന്നെ ആരെ കണ്ടാലും ആഞ്ഞൊന്ന് കുറച്ചാ അറിയാതെ ബാക്കി അങ്ങ് പോവുക. നാണം കെട്ടിട്ട് ഈ കിണറിന്റെ ബാക്കി പോയി കിടക്കുക. അപകർഷാബോധം ഇങ്ങനെ കിടപ്പുണ്ട്. മെമ്പർ എന്തിനാ ഇങ്ങോട്ട് വന്നല്ലേ? ഞാൻ വന്നെന്താന്ന് വെച്ചാലേ, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പരാജയപ്പെട്ടില്ല. 3 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടത്. ആ 3 വോട്ട് ആരാണ് എനിക്ക് ചെയ്യാതിരുന്നത് എന്നറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞോ? കഴിഞ്ഞോ ഇലക്ഷൻ? ഇലക്ഷൻ കഴിഞ്ഞോന്നോ? അപ്പൊ ഒരു വോട്ട് എവിടെ കൂടിയാ പോയെന്ന് എനിക്ക് മനസ്സിലായി. ഈ അച്ഛന് വല്ല ബോധം ഉണ്ടോ? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞോന്നൊക്കെ ഇലക്ഷനൊക്കെ എപ്പോഴേ കഴിഞ്ഞില്ല. അച്ഛന് ഒരു ബോധം എന്ന് പറയുന്നില്ല. ചേട്ടൻ വോട്ട് ചെയ്തല്ലോ, കയ്യിൽ പാടൊക്കെ ഉണ്ടല്ലോ മഷി. അത് വോട്ട് ചെയ്തല്ല, ഇതൊക്കെ ദേഷ്യം കൂടി ഇപ്പൊ കഥകിനടക്കി വെച്ച് അടച്ചതാ. രക്തം ചത്ത് കിടക്കുവാ. ഇല്ല, ആ വേദന കാരണം ഞാൻ പോയില്ല. 2 വോട്ടിന്റെ കാര്യം തീരുമാനമായി. അതെ, ഞാൻ കാളവണ്ടിക്ക് എന്നാ കുത്തിയത്. കാളവണ്ടിക്ക് അതാരുടെ ചിഹ്നം? എടാ എന്റെ ചിഹ്നം സൈക്കിളല്ലേ? ഞാനൊരു കാളവണ്ടി കയറി വന്ന ആളല്ലോ സൈക്കിൾ ചിഹ്നത്തിൽ കുത്തിയത്. അത് കറക്റ്റാ. കാള ഒരു വണ്ടിക്കകത്ത് കയറി വന്ന് കുത്തിയെന്നാ പറഞ്ഞത്. മനസ്സിലായി. എന്റെ പരാജയത്തിന് കാരണം ഈ തോൽവി കുടുംബമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മൂപ്പലേ, ഞാൻ ഇപ്പൊ വന്നെന്തിനാന്നറിയാമോ? എന്താടാ? നാളെ രാവിലെ ഓട്ടോറിക്ഷ ആയിട്ട് വരണം. പെൻഷൻ മേടിക്കാൻ പോണം, മിലിറ്ററി കോട്ട മേടിക്കാൻ പോണം എന്ന് പറഞ്ഞോ? അയ്യോ, രാവിലെ 6 മണിക്ക് വന്നാൽ പെൻഷനും മേടിക്കാൻ എനിക്ക് മിലിറ്ററി കോട്ട കിട്ടും. 4 കുപ്പി അതും മേടിക്കണം. നാളെ പോണം, അത്രേ ഉള്ളൂ. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ രാവിലെ 6 മണിക്ക് എത്തിക്കോളാം. നാളെ 1-ാം തീയതിയാണ് പെൻഷൻ. എന്റെ തൊട്ടേശ്വരം മിണ്ടരുത്. എന്റെ അച്ഛ
അച്ഛൻ ഈ വെയിലത്തിങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അച്ഛനെ കസേര ചേർത്തുണ്ടോ? വേണ്ട. അച്ഛൻ എന്റെ പറമ്പത്തിൽ തണലുണ്ട്, അവിടെ വന്നിരി. അച്ഛൻ അവിടെ വന്നിരി. അതെ 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 എന്റെ പറമ്പിലും തണലുണ്ട്. അച്ഛാ ഇവിടെ വന്നിരുന്നാ മതി. അച്ഛൻ അല്ലല്ലോ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്ന അച്ഛാ നല്ലത്. അച്ഛൻ ഒരുപാട് ക്ഷീണിച്ചു കേട്ടാ. പിന്നെ രാവിലെ പോലുള്ള ഓട്ടോ അല്ല, പിന്നെ ക്ഷീണിക്കാതിരിക്കോ? അവൻ അതൊക്കെ പറയാം. അവന്റെ കാര്യത്തിന് വേണ്ടിയാ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. അച്ഛാ എന്റെ പൊന്നച്ഛൻ ഭയങ്കരമായിട്ട് കറുത്തു പോയ കേട്ടോ. പിന്നെ ഞാൻ പണ്ട് ബാൻഡൻ സാഹിബല്ലായിരുന്നോ? അച്ഛൻ കറുത്തെങ്കിൽ എന്ത്? അച്ഛന് ഞാൻ നല്ല പാലിനകത്തങ്ങോട്ട് കുങ്കുമപ്പൂ കലക്കങ്ങോട്ട് തരത്തില്ലയോ? ഞാൻ 8 മാസം ഗർഭിണിയാണോ നീ കുങ്കുമപ്പൂ കൊണ്ട് കഴുകി തരാൻ? അത് കഴിക്കരുത്, വയറിളകും. അച്ഛന് ഇഷ്ടപ്പെട്ട ജിലേബി ലഡു ഞാൻ മേടിച്ചു. എന്റെ ദൈവമേ, ഷുഗറുള്ള അച്ഛനെ ലഡു ജിലേബി കൊടുത്ത് കൊല്ലാൻ പോകുന്നേ. അച്ഛാ ഈ കാപ്പി അങ്ങോട്ട് കുടിച്ചേ. അച്ഛാ അയ്യേ, അതിന് അച്ഛന് കാപ്പി ഇഷ്ടമല്ലല്ലോ. അച്ഛന് ചായ ഇഷ്ടം. ചായ കുടിക്കച്ചാ. അച്ഛാ കാപ്പി അല്ലേ അച്ഛന്? കുടിച്ച ചായ. അച്ഛ ചായ കുടിക്കച്ചാ. ഇതെന്നാ കാപ്പി, ഇത് ചായ. ശരിയാക്കി തരാം. ഞാനത് ഷാപ്പിയായിട്ടങ്ങ് കുടിക്കാം. അത് കലക്കി. അതിന് വേണ്ടി അച്ഛാ ഇവിടെ നിൽക്കണ്ട. അച്ഛൻ വാ, എന്നെ 3 ദിവസം കൂടെ ഉണ്ട് എന്റെ വീട്ടിലെ കോട്ടയ്ക്ക്. അച്ഛൻ നിന്റെ ടേൻ കഴിഞ്ഞ് നീ എന്താ ഇങ്ങോട്ട് എന്റെ വീട്ടിലെ ടേൻ. ശരിയാവും. അച്ഛൻ ഇങ്ങോട്ട് വാച്ചാ. അച്ഛൻ ഇങ്ങോട്ട് വാച്ചാ. ഇങ്ങോട്ട് വാച്ചാ. അച്ഛൻ ഇങ്ങോട്ട് വാച്ചാ. ഇങ്ങോട്ട് വാച്ചാ. എങ്ങോട്ട് പോകും? ഇങ്ങനെ ഇട്ട് വലിക്കാൻ ഞാൻ കമലഹാസൻ അല്ലേ? അല്ലേ അല്ലേ? നിങ്ങളുടെ തന്തയാണിത്, തന്തയാണിത്, തന്തയാണിത്. ലൂസ് അടിക്കടാ. അയ്യോ എന്നെ ജ്യൂസ് അടിക്കാൻ കൊണ്ടോണേ. അയ്യോ ഓടി വായോ. ഈ കാർമാരി ഇങ്ങനെ വലിച്ചു കീറാൻ പോയാണോ നിങ്ങള്? അതെ അച്ഛാ, ഇവിടെ മൂത്ത മോനും ഉണ്ട്, ഇളയ മോനും ഉണ്ട്. അച്ഛൻ ആരോടാ സ്നേഹം? ആരെ വേണ്ട ഇപ്പോ? എനിക്ക് രണ്ടുപേരും വേണം. അതാണ് സ്നേഹം. കണ്ട, അതെ, നിങ്ങൾക്ക് അച്ഛന്റെ കോട്ടയും പെൻഷനും ഒക്കെ മതിയല്ലോ. പക്ഷെ അച്ഛന്മാരങ്ങനെയല്ല. ഇപ്പൊ കണ്ടില്ലേ അച്ഛന്റെ സ്നേഹം എന്താണെന്ന്? അതുകൊണ്ടല്ല, ഒരുത്തിന്റെ പറമ്പിലല്ല കിണറ്, മറ്റവന്റെ പറമ്പിലല്ല കക്കൂസ്. അതുകൊണ്ട് എനിക്ക് 2 പേരെ സ്നേഹിച്ചേ പറ്റൂ. അയ്യോ അയ്യോ എന്താ അച്ഛാ അയ്യോ, ഈ പെണ്ണുങ്ങള് തന്ന ചാപ്പി കിടന്ന് ഇളകി തുടങ്ങി. എടാ കക്കൂസ് ഓർക്കടാ. എടാ നിങ്ങൾ അതിന്റെ അകത്ത് കയറണം. എനിക്കാണ് പോകണ്ട. ഇങ്ങോട്ട് വെള്ളം എടുത്തോണ്ട് പോടാ, വെള്ളം എടുത്തോണ്ട് പോടാ. അയ്യോ വേഗം വാ. അയ്യോ അയ്യോ വാതിലടച്ചോ, വാതിലടച്ചോ, വാതിലടച്ചോ. അയ്യോ, അണ്ണാ, നമ്മൾ അമ്പലത്തിൽ ഉത്സവം കൊടി കയറി കമ്പം പൊട്ടുന്നത് കേട്ടില്ലേ? ഓ, രണ്ടെണ്ണം കിട്ടിയത്. 2 സ്കേറ്റിംഗ് ഷൂസിലാട്ടോ പിന്നെ സ്കേറ്റ് ചെയ്തോണ്ടൊക്കെ ചെയ്യുന്നത്. അടിപൊളി. എന്റെ ദൈവമേ, എങ്ങനെയായിരിക്കും ചെയ്യാ? കോർത്തു ഓൾറെഡി. കോർത്താ? കോർത്തു. പാടുപോ. ഓർത്തോണ്ടായിരിക്കുക. എത്ര എണ്ണമായി? ഒരെണ്ണം പോലും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. സൂപ്പർ.
പൊളി. വെള്ളാങ്കല്ലിൻ ചെല്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്റെ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കുരു കുത്തി നുള്ളി പറിച്ചിട്ട് പിന്നെ തോരത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കപ്പാല മനെ കൊണ്ടത്തരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. മോനെ ഞാനത് എല്ലാം കൂടെ കൊരുത്ത് കൊരുത്ത് ഇല്ലാണ്ടാക്കി വെച്ചത് ഒരു മാല പോലെതാ അടിപൊളിയായിട്ട് ഒരെണ്ണം പോലും മിസ് ചെയ്തിട്ടില്ല. കിടുക്കാച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. എലീന, ഇത് മേടിക്കുമ്പോ അല്പമെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ലജ്ജ തോന്നി. ഒരെണ്ണം ഇടാൻ പറ്റിയിട്ടില്ല. അതാ ഒരെണ്ണം ഇടാൻ പറ്റിയത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി, നമ്മളെല്ലാരും ഒരുപോലെ വിചാരിച്ചു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ബീജിയം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചെടുത്താണ് ഇവൻ സ്കേറ്റ് ചെയ്തോണ്ട് പുഷ്പം പോലെ പാടി തുടങ്ങിയത്. മോനെ, നീ ഒരിടത്തും പോയി മീൻ പിടിക്കാൻ പോരുത് കേട്ടോ. അവിടുത്തെ മീനെല്ലാം നിന്റെ ചൊണ്ടയ്ക്കോളും. ഇവന്റെ കഴിവനുസരിച്ചിട്ട് ഇത് ചെയ്യണതിന്റെ ഒപ്പം തന്നെ ഇവൻ വേണമെങ്കിൽ ഒരു ട്രെയിൻ കൊടുത്താൽ അത് ഓടിക്കും. ഇത്രയും കഴിവുള്ളവനാ. എടാ, നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇതെന്നൊക്കെ ഇറങ്ങി പാട്ടൊന്നും പാടാതെ വെറുതെ ഇത് കോർത്താൽ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയായത് ഇതെല്ലാം കൂടി ഒരു ചിന്ത വന്ന് ഇങ്ങനെയൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുമെന്ന്? ഈ കണ്ണ് കെട്ടുക എന്നുള്ളൊരു ഐഡിയ എന്റെ അച്ചാച്ചന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൊച്ചിയില്, എന്നാ കിഷോർ എന്ന് പറഞ്ഞിട്ട്. ആ സാറ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നു, കണ്ണ് കെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ അതോ ഇതിനായിട്ട് വേണ്ടി പ്രാക്ടീസ് ചെയ്തതാണോ? ആ, ഇതിനായിട്ട് വേണ്ടി പ്രാക്ടീസ്. കാരണം ഈ വീൽ എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണ്, ബിഗിനേഴ്സിന് പറ്റുന്നതല്ല ഈ ഒരു സംഭവം. മോനെ, ഇതിൽ ആദ്യം നീ എന്താ പഠിച്ചത്? സൂചി നൂലും കോർക്കാനാണോ? ആ, അതെ. അതെന്താ, വീട്ടിൽ തയ്യക്കട ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെയായത് ഈ ഒരു ഐഡിയ തോന്നിയത്? ആദ്യം ഞാൻ കോർക്കാൻ തുടങ്ങിയപ്പം ഒരു സൂചി പോലും നേരെ ചൊവ്വേ കേറത്തില്ലായിരുന്നു. എന്നെ പോലെ. പിന്നെ 9 മിനിറ്റിൽ 25 എണ്ണം കോർക്കാൻ തുടങ്ങി. പിന്നെ 2 മിനിറ്റിൽ 42 എണ്ണം വരെ കോർക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് ഇവൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ സക്സസ് ഇവൻ വിഷ്വലി കാണുന്നുണ്ട്. അതാണ് ഇവന്റെ മേക്കിംഗ്. കോൺസെൻട്രേഷൻ ഉണ്ട്. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മോനെ, ജോസൂട്ടി മാത്രമല്ല കിടിലായിട്ട് പെർഫോം ചെയ്യുന്ന വീട്ടിൽ വേറൊരാളും കൂടെ ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അനീതി കൊച്ച് അല്ലേ? അനീതിയുടെ പേരെന്നാ? ജോസഫൈൻ്റെ ഐറ്റം എന്താന്നുള്ളത് നമുക്ക് എന്താന്നുള്ള അറിയത്തില്ല. എന്തായാലും ഞെട്ടും. അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജോസഫൈൻ. കറിക്ക് നോക്കട്ടെ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൂട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. ഒരു രക്ഷയില്ല.
ഔ ഔ ഔ ഔ കഞ്ഞി വെച്ച തൂത്തി തൂത്തി കഞ്ഞി വെച്ച അമ്മായിക്ക് കുട്ടൂത്തി വട്ടായി പോയി ഏയ് കൊച്ചമ്മായി വട്ടായി പോയോ അമ്മായി കരിനീല പലഹാരമാകെ വട്ടായി പോയോ അമ്മായി കഥയികൈ എന്തേ പൊന്നമ്മായി വട്ടായി പോയോ ഔ ഔ ഔ ഔ ഔ ഔ ബേവാതെ പോയി ബേവേറിപ്പോയി ചൂടാറിപ്പോയി വേഗം 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 തോരെ തോരെ വിളമ്പി ഔ ഔ ഔ കൊതിരി പറ്റി അടിയടി പറ്റി കരിയരി പറ്റി അരിയരി പറ്റി കൊതി പറ്റി അടി പറ്റി കരി പറ്റി അടി പറ്റി വട്ടായി പോയോ അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമായി അമ്മായി ചൂട്ടത് മരുമോനുക്കായി 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 അങ്ങനെ ചുട്ടു ചുട്ടു ചുട്ട് 1000 അപ്പമാണ് അവൻ ചുട്ടുകൊടുത്തിരിക്കുന്നത് പ്രേക്ഷകരെ. ജോസഫൈൻ എന്ന് പറയുന്നത് ഇവന്റെ കൊച്ചനീതി മാത്രമല്ല ഓടി നടന്ന് പറന്ന് നടക്കുന്ന അസിസ്റ്റന്റും കൂടിയാണ്. മനസ്സിലായില്ലേ? അവൻ ആഗ്രഹിക്കുന്നിടത്ത് ബന്ധു കൊടുക്കുന്ന ആൾ. ആ ഒരു ചെറിയ കുഞ്ഞു സാധനം ഇങ്ങനെ പോയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ മോളും നന്നായിട്ട് സ്കേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ? 2 വർഷമായുള്ളൂ 2 വർഷമായിട്ടുള്ളൂ. ഈ ബോളൊക്കെ എന്ത് തന്നിട്ട് ഞങ്ങക്ക് വേണ്ടി 2 റൗണ്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ നോക്കട്ടെ. ആ നോക്കോ. നിങ്ങളിത് കാണുക. പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. അതായത് എലിന ഈ സൂര്യനെ ചുറ്റി ചിന്ന ഗ്രഹങ്ങളൊക്കെ പോകും. പ്ലൂട്ടോ അന്ന് പറഞ്ഞ പ്ലൂട്ടോയോ അതുപോലത്തെ ഐറ്റം ഒക്കെ ഇങ്ങനെ പോണ പോലെ തോന്നി. അവന് ചുറ്റും അതിങ്ങനെ പോകുന്ന കണ്ടപ്പോ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി 6th കൊച്ചു പഠിക്കാറായോ? ക്ലാസ്സിലൊക്കെ ആയോ? UKG UKG-യിലാണോ? UKG-യില് ജോസുരുടെ വീട് എവിടെയാ? വാഴൂര്. ആ കോട്ടയം വാഴൂർ തുടങ്ങി കോട്ടയംകാരി. അയ്യോ എല്ലാരും കോട്ടയമുള്ള ദൈവമേ. പാളി കോട്ടയംകാരെ ഇങ്ങനെ അപ്പം ചൂടുള്ളൂ. പക്ഷെ കോട്ടയക്കാര് വൻ പൊലിയാന്നുള്ള മനസ്സിലായില്ലേ? നമ്മള് എല്ലാത്തിനും സെലിബ്രേഷൻ അല്ല കാര്യം പറയട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന ആള്? ഓ അയ്യോ അത് മെയിൻ. അതാണ് മെയിൻ. CD ഇട്ട് വെച്ചേക്കുവാ. ഞാൻ ആലോചിക്കായിരുന്നു അതെന്താ ചോദിക്കാൻ. അതെ നിങ്ങൾ കൊണ്ടുവന്ന ആളിന്റെ ഒരു പെർഫോമൻസും കൂടി ഉണ്ടെന്നാ ഞങ്ങൾ അറിഞ്ഞേ. അപ്പൊ നമുക്ക് ആ കിടക്കി പെർഫോമൻസ് കൂടി കാണാം. യെസ് കത്തി കൊണ്ട് എന്താണ് പരിപാടി? അയ്യോ നീ കണ്ണു കെട്ടിട്ടാണോ നീ ചെയ്യാൻ പോകുന്നേ? എന്റെ ദൈവമേ. എന്റെ അമ്മേ. അയ്യോ അടിപൊളി അടിപൊളി അടിപൊളി. ദൈവമേ. എന്റെ ഷർട്ടിനോട് കുത്തിക്കേട്ടാ. കുഴപ്പമില്ല. അതെ അയ്യോ ഭയങ്കര സീനാ. അയ്യോ താഴോട്ട് പോണ്ട. മെല്ലെ മെല്ലെ മെല്ലെ. പേടിയാവുന്നുണ്ട് ലീന ചേച്ചി.
നമ്മുടെ ചങ്ക് ഭയങ്കര സീനാണ്. മെല്ലെ ഒരിഞ്ച് ഒരു സത്യം കഴിഞ്ഞ് തിന്നു. മെല്ലെ ഈ കത്തിയാണെന്ന് തോന്നുന്നു. ഷോൾഡറിന്റെ ഭാഗം വന്നത്. ഇതും വേറെ ഒരെണ്ണം ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്തൂടെയാ പോയത് അല്ലേ? എങ്ങനെ നിനക്ക് മനസ്സിലായി ആണെന്ന്? ട്രിക്ക് പറഞ്ഞു കൊടുക്കല്ലേ, ട്രിക്ക് പറഞ്ഞു കൊടുക്കല്ലേ. ബോഡിയെ ടച്ച് ചെയ്തായിരുന്നു, അന്നേരം എനിക്ക് മനസ്സിലായി. മോനേതാ നീ ആരെ നിർത്തിയ പ്രാക്ടീസ് ചെയ്തത്? ഞാൻ എന്റെ വീടിന്റെ താഴെയുള്ള ഒരാളുണ്ട്. പുള്ളി ഇപ്പോഴുണ്ടോ? വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ടോ? തെളിവ് സഹിത കൊണ്ടുവന്നു പുള്ളി. ധൈര്യം സമ്മതിച്ചു കേട്ടോ. അല്ല മോനെ, എങ്ങനെയാ പുള്ളിക്ക് മാസക്കൂലിയാണോ അതോ ഡെയിലി? ഒരു കത്തിക്ക് 2 പെഗ്. അത് കഴിഞ്ഞിട്ട് കണ്ണ് കെട്ടി നിർത്തിയിട്ട് കുത്തി. പുള്ളി അറിഞ്ഞില്ല ഇങ്ങനെ. പുള്ളി അറിഞ്ഞില്ല എന്നതായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നായിരുന്നു അവസ്ഥ? പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി. അതോടെ നാട് വിടാനൊക്കെ ഒരുങ്ങി. പക്ഷെ ഇല്ല, പുള്ളി വന്നിട്ടുണ്ട് ഇവിടെ. ആ മനസ്സ് നമ്മള് അറിയാണ്ട് പോരുത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഞാൻ കൊണ്ടുവന്ന ആള് എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. ഈ സംഭവം ഞാൻ ഭയങ്കരമായി പേടിച്ച്. ആണോ? മറ്റേ പുള്ളി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ നമ്മള് വിചാരിക്കേ പുള്ളി ആറ്റിറ്റ്യൂഡ് അല്ല. പുള്ളിയുടെ പോയ കിളി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. എന്റെ പേരെങ്ങനെയാണ്? രാജീവ്. എന്ത് ചെയ്യുന്നു? ഞാൻ മൂന്നാർ റിസോർട്ടിൽ വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കാണ്. റിസ്ക് ഉള്ള പരിപാടി. അതും റിസ്ക്, ഇതും റിസ്ക് ഉള്ള പരിപാടിയാണ്. അതെ, നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പും ഇങ്ങനെ ഷോയിനൊക്കെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതോ ഇന്ന് ഫസ്റ്റ് ടൈം ആണോ? ഇയാളുടെ അച്ഛൻ എന്റെ വളരെ നാളത്തെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു, പണ്ട് തൊട്ടേ പുള്ളിക്കാരൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, ജോസൂട്ടി. അപ്പൊ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനത്തെ പുതിയ ഒരെണ്ണം വരുന്നുണ്ട്, നീ വേണം വരാൻ. അങ്ങനെ പ്രാക്ടീസിനൊക്കെ വന്നു. മനസ്സിലായില്ല, പഴയ എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പുള്ളി അവന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരാണ്. ഞാൻ കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. പറഞ്ഞു എന്നോട് നിൽക്കാൻ. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. തമാശയൊക്കെ മാറ്റി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് മോൻ ചെയ്ത അതേ ധൈര്യം തന്നെ ഉള്ള ഒരു പ്രകടനമുണ്ട് ചേട്ടൻ ചെയ്തത്. അതിന് അപ്രിസിയേഷൻ എന്തായാലും ആവശ്യമാണ്. ഒരു കയ്യബദ്ധം പറ്റിയതാണ് സാർ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ടാ വീട്ടിൽ കയറ്റൂലെന്നത് ഭയങ്കര പ്രശ്നമാകും. പ്ലീസ് എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണോ? എന്റെ എത്തിക്സിനെ ബാധിക്കണോ? ഇല്ലെന്ന് എന്തോസിനെ ഒന്നും ബാധിക്കല്ല സാർ. എന്നൊന്നും സഹായിക്കും. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ. പ്ലീസ് പ്രശ്നമാകുമെന്ന്. പ്രശ്നം ബാധിക്കും. എന്താ പ്രശ്നം? നിങ്ങൾ കുറച്ചേരം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. എന്താ പ്രശ്നം? എന്താ ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു കയ്യബദ്ധം എനിക്ക് പറ്റിയതാ. എന്താണ്? റോസി പ്രഗ്നന്റ് ആയി 4 മാസം. ഭാര്യ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ പ്രശ്നമാകും. എന്റെ വില പോകൂലേ? അതപ്പോ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിട്ട് ഡോക്ടറെ സമീപിച്ചത്. അയ്യോ, ഇയാള് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ കേട്ടാ തോന്നുന്നു റോസിയുടെ ഗാലറിയിൽ ഇയാൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഡിലീറ്റ് ചെയ്യാനാണ്. റോസിയുടെ വയറ്റിലൊരു ജീവനുണ്ട്. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ റോസിയെ ബാധിക്കും. എന്നെ കൊണ്ട് പറ്റില്ല. അല്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോകുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഒന്ന് രക്ഷിക്കന്നെ പ്ലീസ്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പുകാർ അറിയത്തില്ലേ? അവരെന്റെ പണി കളയുമെന്ന്. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അയ്യോ, പക്രു ചേട്ടന്റെ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ഇദ്ദേഹം വളർത്തുന്ന നായയാണ് റോസി. ഈ റോസി എന്ന് പറയുന്നത് ഇയാളുടെ ഭാര്യയുടെ പെറ്റാണ്. അവള് പെറ്റതല്ലേ? അതിന്റെ തള്ള വേറെ. അപ്പൊ ഈ നായ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഭാര്യ ഇറ്റലിയിലേക്ക് പോയി. ഇയാളുടെ നോട്ടക്കുറവ് കൊണ്ട് ആ പട്ടി ഇപ്പോ 4 മാസം ഗർഭിണിയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടിയുടെ ഒരു രോമം പോയി അവൾ അവിടെ നിന്ന് അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി. ചേട്ടൻ എന്താ ചെയ്യുന്നത്? വൈഫ് ഇറ്റലിയിലാണല്ലോ. അപ്പൊ നമ്മള് വീടിന്റെ എല്ലാ ടോട്ടാലിറ്റി കാര്യങ്ങളും എല്ലാം മെയിൻ ആണ്. അല്ല, എല്ലാ കാര്യങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നത്? രാവിലെ എഴുന്നേക്കും, റോസിനെ പല്ല് തേപ്പിക്കണം, പീഡിപ്പിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, കൂട്ടത്തിൽ ഞാനും കഴിക്കും. വേറെ സമയം എനിക്ക് കിട്ടൂലല്ലോ. പിന്നെ ഇവിടെ കാര്യങ്ങൾ മുഴുവൻ നോക്കി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ പട്ടിയുടെ കാര്യങ്ങളും നോക്കണം. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ ഫുള്ള് CCTV ക്യാമറ. എന്തെങ്കിലും ഞാനിത് അനാമത്തെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ബെല്ലടിക്കും. പട്ടീനെ നോക്കലാണ്. അങ്ങനെ പറയാം. അത് തന്നെ. ഈ ഇത്രയും CCTVക്കകത്തിരുന്നിട്ടാണ് താൻ ഈ ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചത്.
അല്ല അതെന്ന് പറഞ്ഞ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി, നമുക്ക് പുറത്തിറങ്ങാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ദിവസം നമ്മുടെ കൂട്ടുകാരൻ ഉത്തമൻ ഒരു മിലിറ്ററി സാധനമായിട്ട് വന്നു. അപ്പൊ ഞാനിത് അടിക്കാനായിട്ട് പിന്നാമ്പുറത്ത് കയറി അടിച്ച് CC ക്യാമറ ഉണ്ടല്ലോ, അത് ഞാൻ മൈദാ പശ വെച്ച് ഒട്ടിച്ച. എന്നിട്ട് 2 അടിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് നാണമില്ലടാ ഇങ്ങനെ ഒരു നായയെ കൂട്ടിലിട്ട് വളർത്താൻ, ഇതെന്താ ജയിലാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കൊരു ഫീലിങ്സിന്റെ പുറത്ത് ഞാൻ ഇതിനെ തുറന്നു വിട്ടു. ഈ 10 മിനിറ്റ് അത് തുറന്നു വിട്ടാണെങ്കിൽ പ്രശ്നമായി പോയി. ഇയാൾക്കൊന്ന് പിന്തിരിപ്പിച്ചൂടായിരുന്നു അതിനെ. അതൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞു. ഇത് അതുപോലും ഉണ്ടായില്ലല്ലോ. ഒരു ദിവസമോ 2 ദിവസമോ 5 ദിവസമോ ഒക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇതിപ്പോ 4 മാസം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ 4 മാസമായിട്ട് താനിത് എങ്ങനെ അറിഞ്ഞു? എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. അന്നൊന്നും തുറന്നു വിട്ടാണല്ലോ. ഞാൻ ഡൗട്ട് അടിച്ചപ്പോ ഇവക്ക് ബീഫ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു പ്ലേറ്റില് കുറച്ച് ബീഫും കുറച്ച് പച്ചമാങ്ങായും കുറച്ച് ഇരുമ്പും പുളിയും കൂടെ കൊണ്ടുവച്ചു കൊടുക്കും. പച്ചമാങ്ങായും ഇരുമ്പും പുളിയും തിന്നു, പക്ഷെ ബീഫ് കഴിച്ചു. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി ഇത് സംഭവം ഏറ്റതാണെന്ന്. ഈ ആളായാ മതി എങ്ങനെയെങ്കിലും ഒന്ന്. നമ്മൾ വിചാരിക്കും പോലെ ആളല്ല ഇയാൾ, ഭയങ്കര ഉടായിപ്പാ. 4 വർഷം മുമ്പ് തനിക്കൊരു പഗ്ഗില്ലായിരുന്നോടോ? എനിക്കിതിൽ പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈയടോ അതല്ല, പഗ്ഗെന്ന് പറഞ്ഞ ഒരു ബ്രീഡ്, ഒരു നായ ഇനം, ഒരു പഗ് നായ തനിക്കില്ലായിരുന്നു. അത് ഞാൻ കൊടുത്തു. എന്തിനു കൊടുത്തു? അത് ഒന്നാമത്തെ കാര്യം, ഭക്ഷണം കൊടുക്കാൻ പറ്റൂല. അതെന്ത് കൊടുക്കാൻ വയ്യാത്തത്? അതിന്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ചെയ്യാൻ പറ്റില്ല. 2 വശം ഒരുപോലെ ഇരിക്കണം. മുഴുവൻ ഉടായിപ്പ്. അതുപോലെ ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇയാള്. നാടൻ പട്ടിയെ പഗ്ഗാക്കി കൊടുക്കാന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു. അങ്ങനെയുണ്ടോ? അത് സുഖമായിട്ട് ചെയ്യാൻ നോക്ക്. നമ്മുടെ പെട്ടിവണ്ടിയിൽ ഈ സാധനം കയറ്റി വൈകുന്നേരം വരെ ഓടിച്ചാൽ മതി. അത് ഈ ബ്രേക്ക് ഓട്ടുമ്പോ ഇത് ഇടിച്ചിടിച്ച് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് പഗ്ഗാകും. അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കും. ഡോക്ടറെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഐഡിയ കൊടുക്ക്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുള്ളി നിൽക്കില്ലേ, എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. ഒരു മൃഗത്തിനും ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഞാൻ പുള്ളിയുടെ കൂടെ വെക്കുന്നു. അതൊന്നും നടക്കില്ലെന്ന്, അതൊന്നും ചെയ്തുകൂടാത്തത് പാപമാണ്. അതൊന്നും ഒരു മൃഗത്തിനും ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഇറ്റലിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഞാൻ വിളിക്കണം സാറേ. ഒന്നൊന്ന് പറ. സംസാരിച്ചു സാറിന് ഡീൽ ചെയ്യണേ. ഓക്കെ. ഹലോ, ഞാനാണ് സിസിലി മാഡം. ഞാൻ ഡോക്ടർ റോയ് ആണ്. അതെ. ഓ നൈസ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ. ഞാൻ അദ്ദേഹത്തിനോട് പറയാം. സൂസിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷീസ് ഓക്കെ. അതായത് താങ്കളുടെ റോസിക്ക് വേണ്ടിയിട്ട് സിസിലി മാഡം ഈ ഇറ്റലിയിൽ ഒരു മെയിലിനെ കണ്ടെത്തി. അവനുമായിട്ട് അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യോ, പണി പാളിയല്ല. ഒരു കാര്യം, ഇത് അവന്റെ തലേ കെട്ടിവെക്കാൻ പറ്റൂ. ഈ ഗർഭം അവന്റെ തലേ കൊടുക്കാൻ പറ്റും. അതെങ്ങനെ? അല്ല അത് എങ്ങനെയെങ്കിലും പറഞ്ഞു ഒപ്പിക്ക്. എങ്ങനെയാ? അത് പിന്നെ എക്സെൻട്ര വഴി പാസ് ചെയ്യാന്ന് പറയാം. എന്തെങ്കിലും പറയാം നമുക്ക്. നീ ഒന്നും മൃഗ ഡോക്ടർക്ക് ഇതൊന്നും വരില്ലേ? സിസിലി മാഡം 4 മാസം മുമ്പ് മാഡം റോസിക്ക് അവിടെ ഒരു മെയിലിനെ കണ്ടെത്തിയ സമയത്ത് തന്നെ അവൻ കഴിവ് തെളിയിച്ചു. ഇവിടെ റോസി 4 മാസം ഗർഭിണിയാണ്. ഡോക്ടറെ മാഡം എന്ത് തീരുമാനാ പറഞ്ഞേ? അതായത് അത്യാവശ്യ തുണികൾ എടുത്തോളാൻ പറഞ്ഞു. അത് എയർപോർട്ടിൽ ചെല്ലാനായിരിക്കും. എന്നിട്ട് ഡോറ് പൂട്ടി താക്കോൽ ആ ചെടിച്ചട്ടിയുടെ താഴെ ഇട്ടിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. താങ്കൾ പൊളിഞ്ഞായത് സെറ്റായ. അപ്പൊ എന്റെ കാര്യം സെറ്റായി. അപ്പൊ ഓക്കെ, സെറ്റ്. ഏതായാലും നടക്കൂല. എന്ത് ചെയ്യാനാണെന്ന് പറ. എന്നാലും ഞാൻ പറഞ്ഞതല്ലേ ഒരു കയ്യബദ്ധം പറ്റും. എല്ലാം സെറ്റായ സ്ഥിതിക്ക് നമ്മൾ സെറ്റ് മാറ്റി പിടിക്കരുത്. അപ്പൊ എവിടെയുണ്ട് നമുക്ക് മാറി താമസിക്കാൻ പറ്റിയ സ്ഥലം എവിടെയുണ്ട്? ഉണ്ട്, ഞാൻ കാണിച്ചു തരാൻ പറ്റും. Masters.